ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നു കുറച്ച് നാളെ ദിവസം ഒന്ന് കണ്ടൻ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റൂൺസ് ബോണസ് ഉണ്ട്. നമ്മൾ ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈവിൽ നമ്മളാരും കണ്ടില്ല. ഓക്കെ, നമ്മൾ ലൈവൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ബേസിക്കലി ഫസ്റ്റ് ഒരു യൂട്യൂബേഴ്സിനുമായിട്ടുള്ള ഒരു സെർവറായിരുന്നു. ബട്ട് എല്ലാവരുടെയും ഒരു ഇത് വെച്ചിട്ട് നമ്മളിത് പബ്ലിക് സെർവർ ആക്കി. അപ്പോൾ ഈ പബ്ലിക് സെർവറിൻ്റെ അവിടെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ നമ്മളിതൊരു സീരീസ് പോലെ കൊണ്ടുപോകാനാണ് പ്ലാൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് എല്ലാവർക്കും കളിക്കാവുന്നതാണ് ഈ സെർവറും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ സെർവറിൻ്റെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇൻ്റർവ്യൂ തന്നെ ഉണ്ടാകും. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ റൂൾസ് ബോൺസിലുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളും തന്നെ അവർ പറഞ്ഞു തരും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കളിച്ചാൽ മാത്രം മതി. ഓക്കെ, അത് നേരെ നമുക്ക് കടക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ കൂടെ നിൽക്കുന്നത് വിച്ചു MSK നമ്പൂതിരി. ഓക്കെ, ഇവരെന്റെ ടീംമേറ്റ്സ് ആണ്. ഞങ്ങള് 3 പേരും കൂടി, നമുക്ക് ഒരാളും കൂടി ഉണ്ട്, വിജു എന്നും പറഞ്ഞ പുള്ളിയും കൂടി ഉണ്ട്. പുള്ളി ഇപ്പൊ എന്റെ ബിസിയായിട്ട് പുറത്തു നിന്നൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അവിടെ അയൺ ഫാം ഉണ്ടാക്കുവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഫുൾ അയൺ ആവശ്യം ഡയമണ്ട് ആവാനൊക്കെ. ഞങ്ങൾ നേരത്തെ ഗ്രൈൻഡിങ് തുടങ്ങി, ഇന്നലെയാണ് സെർവർ ലോഞ്ച് ആയത്. ഓക്കെ, അപ്പൊ വീഡിയോ ഇപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നേരാക്കി ഇതിലോട്ട് കിടക്കാം. അപ്പൊ ഇതാണ് നമ്പൂതിരി. നമ്പൂതിരിയുടെ കിളി പോയി എവിടെയാണ്? ഹലോ നമ്പൂതിരി, നമ്പൂതിരി ഹലോ. നമ്പൂതിരിയുടെ കിളി പോയിട്ടുണ്ട്. അപ്പൊ വിച്ചു ബ്രോ കിടന്ന് ഇറങ്ങണം. വരിക. വിളിക്കണ്ട, ഉണ്ണിക്കുട്ടനൊക്കെ വിളിക്കുക. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ബെഡ് എടുത്തോണ്ട് വരാം. ബെഡ് എടുത്തോണ്ട് വരാം. ഇല്ല, വേണ്ട, ഉറങ്ങ. റീസ്പോൺ പോയിന്റ് പിന്നെ അങ്ങ് സെറ്റ് ആക്കണം. എനിക്ക് കേട്ടോ, എനിക്ക് അവിടെ ഒരെണ്ണം ഉണ്ടോ? ഓക്കെ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പിന്നെ അയ്യൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ നമ്മളിത് നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ അയ്യൻ ഫാം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാനുള്ള റിസോഴ്സ് അത് ഗ്രൈൻഡ് ചെയ്യണം. നമ്മളിതൊരു ട്യൂട്ടോറിയൽ നോക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മള് എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട് നമ്മള് ട്യൂട്ടോറിയൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത് ഉണ്ണിക്കുട്ടൻ? എനിക്കറിഞ്ഞൂടാ, നമുക്ക് റിസോഴ്സ് പറഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റ് ആക്കി. അതെ. നമ്പൂതിരി എന്താ ചെയ്യണ്ടേ? എന്തായാലും നല്ല രീതിയിൽ ബെഡ് കുറെ വേണം. ഒരു 28 ബെഡെങ്കിലും കുറഞ്ഞ വേണം. 28 ബെഡാ? 28 അല്ല, 12. 5 വില്ലേജസ് പോരെ? മതിയായി. പക്ഷെ നീ വീഡിയോ നോക്കിയാണ്. എടാ അത് ബെഡ് റോക്കിലല്ലേടാ? ബേസിക്കലി ഞങ്ങളിപ്പോൾ ഒരു ഡിസിഷൻ കാര്യമായിട്ട് എടുത്ത് ഞങ്ങളൊരു ട്യൂട്ടോറിയൽ കണ്ട് ഞങ്ങളെന്താ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ തുടങ്ങി. ലൈക്ക് ഒരു മിനി അയൺ ഫാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മള് റിസോഴ്സ് ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ടോ?
ഗൈസ് ഗ്രൈൻഡിങ്ങിൻ്റെ ഡൈനാമിക്സ് ആണെങ്കിൽ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഫുള്ള് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ബേസിക്കലി ഇപ്പോൾ ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട. ഇത് നമ്മളിപ്പോൾ അയൺ ഗോലം വീഴാനുള്ള കുടി ചെയ്യാണ്. ഓക്കെ, അയ്യോ ഞാൻ എടുത്തില്ല വീഡിയോ. ഏത് കുഴപ്പമില്ല. ആ നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിടാം. ഏത് ഏത് കൂടി യോ പൊട്ടിക്കണോ ജസ്റ്റിനെ? എടാ എവിടെയുണ്ട്? ചെസ്റ്റ് കയറുണ്ടോ? ചെസ്റ്റ് എവിടെ കയറുണ്ടോ? ജസ്റ്റ് നമുക്ക് ഏസ് എടുക്കാം. ആ സൈഡിൽ വെക്കാം. ഞങ്ങൾ ഒഴിക്കണ സ്ഥലത്തെല്ലാം വെള്ളം വരി കയറുന്നു കേട്ടോ. വാട്ടർ ഉണ്ട് കേട്ടോ. ഇത് എന്തോ ഒരു വാട്ടർ കേവ് ആണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട. എടാ അടക്കല്ലേ അടക്കല്ലേ അടക്കല്ലേ. അങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട, അങ്ങോട്ട് വെക്കണ്ട. ഇപ്പൊ ചത്താനെ. നമുക്ക് അങ്ങോട്ടും 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 ഇത് അടക്കട്ടെ. അങ്ങ് അടച്ചോ, അങ്ങ് അടച്ചോ. ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാം. അടുത്തത് എടാ എന്നാ ഇങ്ങോട്ട് വെക്ക, ഇങ്ങോട്ട് വെക്കാം. ഇവിടോട്ട് വാ. യോ എടാ അമീറെ എനിക്ക് തരാൻ പോകുന്നു. എടാ എന്റെ ഇല്ലടാ പറഞ്ഞില്ലേ. നീ എങ്ങനെ അവനോട് മെസ്സേജ് അയച്ചേ? ഞാൻ ആർക്കും ലാസ്റ്റ് പിന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സെറ്റ് ചെയ്തു. പറഞ്ഞത് മേലോട്ട് പോയിട്ട് എടാ നീ ഇന്ന് രാവിലെ തന്നെ നീ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കാൻ നോക്കോട്ടോ. നീ ഒറ്റയ്ക്കെല്ലാം ക്രെഡിറ്റ് എടുക്കാൻ നോക്കൂ. പിന്നെ ലാഡർ പ്ലേസ് ചെയ്ത് ഇനിയാണ് ഇവിടുത്തെ മെയിൻ ടാസ്ക്, വില്ലേജസ്. അത് തപ്പി ഇറങ്ങി. ഞങ്ങളുടെ കുറേ വില്ലേജസ് ഉള്ളത് അത് തപ്പി ഇറങ്ങേണ്ടി വന്നില്ല. ഞങ്ങൾ നേരത്തെ ഒരു വില്ലേജർ വീടർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വില്ലേജസ് എടുത്തു. ബട്ട് ഇതിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഞാനല്ല തെറ്റിയത്. ഞാൻ പിന്നെ ഗെയിമിൽ നിന്ന് ഇറങ്ങി. ഞാൻ രാവിലെ ഇത് തുറന്ന് നോക്കുമ്പോഴേക്കും പിന്നെ ഇതാണ് ഞാൻ കാണുന്നത്. കണ്ട അവിടെ ഫുൾ അയൺ ഗോരം സോണാക്കിട്ട് പിന്നെ വില്ലേജസിൻ്റെ ശബ്ദവും കേൾക്കാമല്ലോ. ഞാൻ പിന്നെ ഒട്ടും ഡിലേ ആക്കിയില്ല, ബാക്കി പണിയിലായിട്ട് കിടന്നു. ഈ ബേസിക്കലി ഇവന്മാരെല്ലാം തല്ലിക്കൊള്ളണം നടക്കാണ്ട് അല്ല തല്ലിക്കൊള്ളക്ക് മേളിൽ നിന്ന് ആൾക്കാരൊക്കെ വരികയാണ്. പിന്നെ ഇവന്മാർ തല്ലിക്കൊന്ന് ഫുള്ള് ക്ലിയർ ചെയ്യണം ഇവിടെ. അത് തന്നെ ബാക്കി ചെയ്യണ പണിയാണ് കാണുന്നത്. ബേസിക്കലി ഗോരത്തിന് കൊള്ളാൻ മറ്റേ ലാവ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ലാവയും തൊപ്പി നമ്മൾ നേരെ അണ്ടർഗ്രൗണ്ടിലോട്ട് കുഴിച്ച് കൊള്ളിയാണ് മൊത്തത്തിൽ. പിന്നെ കുഴി തന്നെയായിരുന്നു. പിന്നെ ഒരു കേവ് കണ്ടാലല്ലേ നമുക്ക് എന്തായാലും ലാവ ബക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഇടയ്ക്ക് കോള് കിട്ടി. കോളിന് മൈൻഡ് ചെയ്യാണ്. ഇങ്ങനെ കോളിൻ്റെ ആവശ്യമുണ്ടല്ലോ എന്താ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് കോളുണ്ടല്ലോ. പിന്നെയും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇത് കിട്ടിയ ഒരു കേവ് കിട്ടിയാലല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ, ലാഭ കിട്ടത്തുള്ളൂ. അപ്പോൾ കുഴിച്ചപ്പോൾ ഒരു കേവ് കണ്ട്.
ക്യൂ എടുത്ത് ചാടിയതും സോംബിയുടെ വായിലോട്ടായിരുന്നു. ഒരു ക്രീപ്പറിൻ്റെ വായതിലാണ് ക്രീപ്പർ വെട്ടി. പിന്നെ സോംബി വന്നു അവനെ തള്ളിക്കൊന്നു. പിന്നെ ഹീലായി. പിന്നെ നമ്മുടെ മാപ്പിൻ്റെ അവിടെ കാണാമല്ലോ, മാപ്പിൻ്റെ അവിടെ ഒരു ചെറിയൊരു അയൻ്റെ ഒരു മാർക്കുണ്ടായിരുന്നു. പിന്നെ സോംബി വന്നു അവന്മാരെല്ലാം അടിച്ച് കൊന്നിട്ട് അങ്ങോട്ട് നേരെ പോയി. ഓക്കെ, നമ്മളത് മേളത്ത് എത്താനായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്ക് കയറുന്നായി. പിന്നെ വെച്ച് പിന്നെ അത് നമ്മൾ ഓടി പോയി ഉറങ്ങാനുള്ള ഇതാണ്, സെറ്റപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്കെൽട്ടൻ വന്ന് നമ്മൾ മൈൻഡ് ചെയ്തില്ല. നേരെ നമ്മൾ അറിയാതെ വഴി തെറ്റിപ്പോയി നേരെ നമ്മൾ ഓടി. പിന്നെ ഇനി സൈൻ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് സൈൻ ബോർഡും ക്രാഫ്റ്റ് ചെയ്ത് നേരെ നമ്മളത് ഇവിടെ വന്ന് പ്ലേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലാവ വെക്കുമ്പോഴേക്കും ഇത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് സൈൻ ബോർഡ് അതിനാണ് വെക്കണം. പ്രോ പ്ലേയേഴ്സ് എൻ്റെ ഏറിക്കറ്റല്ലോ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മുടെ മേളിൽ നമ്മുടെ അയൺ ഗോലം വന്ന് സ്പോണായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിനെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ലാവ ഒഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മണ്ടക്കാട്ട് വന്ന് വീഴും. വെച്ച് ഒഴിച്ചു ഡേർട്ട് വെച്ചിട്ട് സക്സസ്ഫുള്ളി നമ്മുടെ അയൺ ഫാം നല്ലോണം വർക്കാവുന്നുണ്ട്. ഓക്കെ ഓക്കെ കണ്ട, അയൺ ഫാം വന്ന് വർക്കാവുന്നുണ്ട്. ഇതെന്താണ് ഓക്കെ അയൺ കാര്യങ്ങളൊക്കെ കാരണം കറക്റ്റായിട്ട് ഇനി വരുന്നുണ്ട്. നമ്മുടെ കുറച്ച് അയൺ നമ്മുടെ കയ്യിലും ഉണ്ട്. ഞാൻ നോക്കിയാൽ കറക്റ്റ് ലാവ ബക്കറ്റ് കറക്റ്റാണോ വെച്ചേക്കണേ. കണ്ട, പറഞ്ഞിടക്കാൻ തന്നെ അടുത്ത അയൺ കോലവും വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റൂൺസ് ബോണസും വീഡിയോ ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടാറ്റ ബൈ. നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് ബൈ ഗൈസ്.